ത്രിമധുരത്തിലെ അംഗമല്ല കേട്ടോ എന്നും പറഞ്ഞൊരു അനുഭവം വന്നിട്ടുണ്ട്. അംഗമാണെന്ന് പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് അംഗമല്ല എന്നും പറഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാം. ആരാണ് അയച്ചത്? ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ഇന്ദു. ഞാൻ ത്രിമധുരത്തിലെ അംഗമല്ല കേട്ടോ. എന്നാലും ഞാൻ ഒട്ടുമിക്ക ത്രിമധുരത്തിലെ അനുഭവങ്ങൾ കേൾക്കാറുണ്ട്. ഞാനൊരു കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എപ്പോഴോ ഞാൻ കണ്ണനുമായി അടുത്തു. എൻ്റെ കണ്ണനോട് ഞാൻ നിത്യവും കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ മകനൊരു നല്ല ജോലിക്ക് വേണ്ടി. അത്ഭുതം എന്ന് പറയട്ടെ സാർ, എൻ്റെ പ്രാർത്ഥന കണ്ണൻ കൈക്കൊണ്ടു ട്ടോ. എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടി. ജോലി കിട്ടിയാൽ ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞോളാമെന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞിരുന്നു കേട്ടോ സാർ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. സർവ്വം കൃഷ്ണാർപ്പണമസ്തു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൊണ്ട് അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, മകനോടുള്ള പ്രാർത്ഥന, മകന് ചുറ്റും ഒരു ഓറയായിട്ട് അമ്മയുടെ പ്രാർത്ഥന, അമ്മമാരുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും മക്കൾക്ക് ചുറ്റും. അവരെ എല്ലാ ആപത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി അമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടാവും. മക്കളും അത് ശീലിക്കുക, നാരായണീയം ചൊല്ലാൻ ശ്രമിക്കുക. അങ്ങനെ 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 നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കൊരു പ്രൊട്ടക്ഷൻ, ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ എന്തൊരു സുഖമാണല്ലേ. നമുക്ക് വേറെ ഒന്നും വരില്ല. ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റും എല്ലാം. ജീവിതത്തിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ശക്തി ഉണ്ടാവും മനസ്സിന്. ധാർമ്മിക ശക്തി എന്നൊക്കെ പറയില്ലേ നമ്മൾ. ധർമ്മത്തിലൂടെ ധർമ്മം മാത്രം അനുഷ്ഠിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ നന്നായിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ അറിയാതെ നമുക്കൊരു ശക്തി നമുക്ക് ഭഗവാൻ തരും. അങ്ങനെ ഈ മകനും ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല ജോലി കിട്ടി. ജോലി വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. ചേച്ചി ഗ്രൂപ്പിലില്ല എന്നാണ് പറഞ്ഞത്. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ, അറിയാമല്ലോ. ഡീറ്റെയിൽസൊക്കെ അറിയുന്നവർ വരിക. ഹരേ കൃഷ്ണ.